താമരശ്ശേരിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മധ്യവയസ്കനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുപ്പാടി പെരിങ്കൊല്ലൻകുന്ന് സ്വദേശിയായ സുധാകരനെയാണ് വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെറ്റിയിൽ മുറിവേറ്റ പാടുണ്ട്. അസ്വാഭാവിക മരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, എപ്പോഴായിരുന്നു ഈ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? പോലീസിന്റെ അന്വേഷണവും എങ്ങനെയാണ്? ഈ താമരശ്ശേരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ താമരശ്ശേരി നഗരത്തിൽ തന്നെയാണ് ഈ 56 വയസ്സുള്ള ഈ സുധാകരൻ താമസിക്കുന്നത്. ഇന്നലെയും സുധാകരനെ ആ പ്രദേശത്ത് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇന്ന് ഒരു ഉച്ചയോടടുത്ത സമയത്ത് സുധാകരന്റെ സുഹൃത്ത് ഈ വീട്ടിലെത്തിയപ്പോഴാണ് ഈ വീട്ടിലെ നടുമുറിയിൽ ഈ സുധാകരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സുധാകരന്റെ നെറ്റിയിൽ ഒരു മുറിവ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നതിലേക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു സംശയത്തിന്റെ പിന്നാലെ തന്നെയാണ് പോലീസ്. ആ രീതിയിൽ തന്നെയാണോ അന്വേഷണം നീങ്ങുന്നത്? തീർച്ചയായും. അതായത് ഇയാളുടെ നെറ്റിയിൽ ഈ മരിച്ച സുധാകരന്റെ നെറ്റിയിൽ ഒരു മുറിവ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ ദുരൂഹതകൾ ഉയരുന്നത്. എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയത് എന്നൊക്കെയുള്ള ആശങ്ക ഉയർത്തിക്കൊണ്ട് ബന്ധുക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സുധാകരൻ മദ്യപാനിയാണ്. ഈ മദ്യപാന ശീലത്തെ തുടർന്നാണ് ഈ ഭാര്യയും മക്കളും ഒക്കെ സുധാകരനെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് പോയത്. പക്ഷെ ഇടയ്ക്കൊക്കെ ഭാര്യയും മക്കളും ഒക്കെ വീട്ടിലേക്ക് എത്താറും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ കേസിൽ ഒരു നിർണായകമായ കാര്യം എന്ന് പറയുന്നത് ഈ സുഹൃത്തുക്കളോട് ഈ സുധാകരൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഈ വാറണ്ട് കേസിലെ ഒരു പ്രതിയെ തനിക്ക് ജാമ്യത്തിൽ ഇറക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിന് പിറ്റേ ദിവസം, അതായത് ഇന്ന് പോകണമെന്ന് കൂടി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പോലീസിനൊരു ഈ കേസിൽ ഒരു മറ്റാരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നുള്ള സംശയത്തിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ഈ മരണകാരണം സംബന്ധിച്ച് ഒരു വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹം ഉള്ളത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. KP ശരി, കോഴിക്കോട് നിന്നും അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.